ഇന്നലെ ആരും ഒന്നിച്ചുണ്ടായേ? ചോദിച്ചോ പറ. ഇന്നലെ എന്റെ ഒന്നിച്ചുണ്ടായത്. രാത്രി ഒരു ഫിലിമിനെല്ലാം പോയി നമ്മള്, പിന്നെ ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്ത് ഞങ്ങള് തിരിച്ചു പോയി. ബാബി സത്യം പറഞ്ഞെങ്കിൽ ഓൻ വെറും പെണ്ണ് ഭ്രാന്തിന് ബാബി. അത് മാത്രല്ല, നിങ്ങൾ ഇന്നലെ ഫോൺ ആക്കിയിട്ട് അപ്പൊ ഓൻ എന്നോട് പറഞ്ഞു ഫോൺ എടുക്കണ്ട, ബാബി വിളിക്കുന്നുള്ളേ. അത് മാത്രല്ല, ഒന്ന് രാത്രി കള്ളു കുടിച്ചിട്ട് പബ്ബില് ഫുൾ സീനാണ് ബാബി. എത്ര മാത്രം. പെണ്ണുങ്ങൾക്ക് വിളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങണ ചക്കയ്ക്ക് മിസ് ചെയ്യണ്ടല്ലോ. ഇപ്പളല്ലടാ അവിടുന്ന് വന്നതാ ചെക്ക, അപ്പളല്ല അവിടുന്ന് വന്നേ. എടാ ടൈമായി, 5 മിനിറ്റ് കൂടെ വെള്ളത്തിലിറങ്ങി മുതലാക്കിക്കടാ. നമുക്ക് കുറച്ചായിട്ട് സംസാരിക്കട്ടെ. ഞാൻ വിളിക്കാം. നേരിട്ട് ഉമ്മ ചോദിക്കാൻ മടിയാണെങ്കിലേ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്താൽ മതി. ഒരു മരോ. സോറി മനു, ഞാൻ കണ്ടില്ല. ഇതിനൊക്കെ എന്തിനാണ് സോറി ആശ? ഇതൊക്കെ ഒരു രസമല്ലേ? ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പോയി ഇരിക്കാൻ വരാം. എന്താ ആശയ, നല്ല രസത്തിൽ ഞാൻ ഒന്നുകൂടി വരാം. വേണ്ട വേണ്ടെന്നേ, വേണ്ട പോവാ, വേണ്ട. ഡാഡ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം, ഓക്കെ? ഓക്കെ. തേനു ഡാഡയോട് വാട്ടർ ചോദിച്ചു, ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഡാഡ തേനുവിന് വാട്ടർ തന്നു, ഓക്കെ? തേനു വാട്ടർ കുടിച്ചു, ഓക്കെ? ഓക്കെ. അപ്പൊ ഇനി വാട്ടർ ഓൾ ഡൺ ആയില്ലേ? ഓക്കെ. അപ്പൊ ഇനി ഗ്ലാസ് ഡാഡ അവിടെ വെക്കുമല്ലോ, ഓക്കെ? അപ്പൊ ഡാഡ ഗ്ലാസ് മാറ്റി വെക്കാം, ഓക്കെ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ ചോറും കറിയും വെക്കാ, കുട്ടികളെ നോക്കാന്നല്ലാതെ വേറെ എന്താ പണിന്ന് ചോദിക്കുന്നവരാണോ നിങ്ങള്? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കുട്ടി ഭൂമിയിലേക്ക് വരുമ്പോ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കാരാ? നിങ്ങളുടെ വൈഫല്ലേ? ലേബർ പെയിന്റെ കാര്യം പോട്ടെ, നമ്മൾ ഒരുപാട് കേട്ട് മടുത്തതാണ്. പക്ഷെ നിങ്ങളുടെ കുട്ടികളെ ബ്രസ്റ്റ് മിൽക്ക് എവിടുന്ന വരണത് അറിയോ? അത് നിങ്ങളുടെ വൈഫിന്റെ ബ്ലഡിൽ നിന്നാണ്. ഇനി നിങ്ങളുടെ കുട്ടിയുടെ ബോൺസ് എങ്ങനെ ഉണ്ടാവണമെന്ന് അറിയോ? അത് നിങ്ങളുടെ വൈഫിന്റെ എല്ലുകളിൽ നിന്ന് എടുക്കുന്ന കാൽസ്യത്തിൽ നിന്നാണ് കുട്ടിയുടെ ബോൺസ് ഉണ്ടാവണത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കുട്ടീനെ പ്രസവിക്കുമ്പോ വേദന ഇല്ലാത്തൊരു പ്രസവല്ലേ, സി സെക്ഷൻ. അതില് നിങ്ങളുടെ വൈഫിന്റെ അബ്ഡോമന്റെ 7 ലെയേഴ്സ് ആണ് ഓപ്പൺ ആക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂറിലധികം സമയം എടുത്തിട്ട് അത് തുന്നി കെട്ടേ വേണം കേട്ടോ. ഈ സമയത്ത് അവൾക്ക് ലോസ് ആവണത് 1 to 1.5 ലിറ്റേഴ്സ് ബ്ലഡ് ആണ്. ഇനി നോർമൽ ഡെലിവറി ആണെങ്കിലും 500 മില്ലിലിറ്റേഴ്സ് ബ്ലഡ് ലോസ് ആകും. ഇങ്ങനെയൊക്കെ കുട്ടികളെ നോക്കി ക്യാരിയിങ് മുതൽ കുട്ടികളെ നോക്കുന്ന സമയം വരെ അവക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് 4 ഇയേഴ്സോളം ആയിരിക്കും. അങ്ങനെ ഓരോ കുട്ടിക്കും 4 ഇയേഴ്സ് വെച്ചിരുന്ന് കണക്കൂട്ടി നോക്കിക്കേ. ഇതൊക്കെ കഴിഞ്ഞ് ഇനി അവൾക്ക് കിട്ടാൻ പോണത് എന്താ അറിയോ? ഹെയർ ലോസ്, സാഗി ബ്രസ്റ്റ്, ചിലപ്പം ഡിപ്രഷൻ, റിങ്കിൾഡ് സ്കിൻ, ഇതൊക്കെയാണ്. എപ്പോഴെപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴേ ഇടയ്ക്കൊന്ന് മൊമെന്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡും കൂടെ കൊടുക്കും. നിങ്ങൾ ഒരുപാട് ബിസിയുള്ള ആളുകളാണെന്നറിയാം, പക്ഷെ ഇടയ്ക്കൊന്ന് ചേർത്ത് നിർത്തി നെറ്റിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഒന്ന് സന്തോഷിപ്പിക്കൂ.